ആ അല്ല കുറേ കാലമായി. ആ ഭാസ്കര, എന്താണ് ഈ ഇതാണ് വ്യായാമം? എൻ്റെ സൈക്കിളോ പെരുമ്പാമ്പിൻ്റെ കൊണ്ടുണ്ടാക്കിയ ടയറോ ഉണ്ടാക്കിയ? ആ സുഖം പോണു മോനെ, എങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോ. പിന്നെ അങ്ങനെ അടുത്ത് കുളത്തിൻ്റെ അടുത്തേക്ക് നിൽക്കണ്ട, ഈ സൈഡായി പോവും. ഓക്കെ, നീന്ത അറിയാത്ത ആൾക്കാരൊക്കെയാണ്. പിന്നെ ആഫ്രിക്കൻ മൂവിനെ ഇട്ട മാതിരിയാവും. ആന്നൊരു ഇളക്കൽ മാതിരി. അതോ കാലുമ്പിലൊക്കെ വേദനിച്ചിട്ടേ രാവിലെ നടക്കാന്ന് പറഞ്ഞാൽ സീന ഉന്തി പായിപ്പിക്കുക. നടന്നോടി എന്നിട്ട് ഓളവിടെ കുത്തിരിക്കുക. ആ എന്താ മോനെ, ഈ കാലം കുറേ ആയില്ലേ കമ്പി വളയ്ക്കണ്, സൈഡിലുള്ളൊക്കെ കുറേ കാലമായിട്ട് വളച്ച് അത് ഇങ്ങനെയാക്കി. ഇനിയിപ്പോൾ അതും കൂടി വളയ്ക്കാനുള്ള പരിപാടിയാ? ആണാ? അല്ല, എൻ്റെ വളവ് ഇതുവരെ തീർന്നില്ല, കമ്പി വളഞ്ഞ് കിട്ടുന്നുണ്ട്. അതുറപ്പുണ്ട്. എനക്ക് ഉറപ്പുണ്ടോന്നുള്ള? ആ ഉണ്ട്. ഓ, ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ട്, TMF എന്ന് പറഞ്ഞിട്ട്. കുറച്ച് പ്രായമുള്ള ആളുകൾ ചെറുപ്പക്കാരൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് കൂട്ടായ്മ രാവിലെ 7 മണി മുതൽ തുടങ്ങും. നമ്മള് എന്ത് ഇത് എക്സസൈസോ കൂട്ടായ്മയോ? കൂട്ടായ്മയുണ്ട്, എക്സസൈസും ഉണ്ട്. എൻ്റെ ആ കൂട്ടായ്മയിൽ എൻ്റെ തങ്ങളിൽ പള്ളർച്ചും തിന്നുങ്ങാണ്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ പോവാ. അങ്ങനെയാ? കുറച്ചാള് പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണ് ചില ആൾക്കാർ രാവിലെ തൊട്ട് 16 വരെ തിന്നു, അത് കഴിഞ്ഞിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ വെറുതെ ഒന്നും ഇങ്ങനെ ആക്കുക. അതല്ലല്ലോ, പാകത്തിന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വ്യായാമം ചെയ്യുക. അങ്ങനെയാ നമ്മളൊക്കെ പഠിച്ച്. അയ്യൊക്കെ അങ്ങനെയാ. ഒരു കല്യാണ വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട് കാണൂല, ഒന്നുമ്പോൾ അങ്ങനെ വിളമ്പിങ്ങാൻ 2 കൈ കൊണ്ട് തിന്നലല്ലേ ഇയൊക്കെ. അതിനനുസരിച്ച് നമ്മൾ കളിക്കുന്നുണ്ടല്ലോ ചെറുപ്പക്കാരൻ. എന്ത് കളിക്കലോ? ചെസ്സോ സീറ്റോ? അത്യാവശ്യം ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. ആ ഓടുണ്ട്. പോലീസുകാർ വയ്യാലും ആടി കഴിഞ്ഞാൽ ഈ ഓടും, അല്ലാണ്ട് ഈ ഓടണ ഞാൻ കാണില്ല. നമ്മളെ ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, ജിമ്മ് അല്ലേ? അവരോട് തന്നെ സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ട്. ജിമ്മ് അതിനുള്ള പണികൾ തുടങ്ങി. അബു സലീംഖാനെ വിളിക്കണോ മറ്റേ റോസ്മേരിനെ വിളിക്കണോ എന്നുള്ള ഒരു തീരുമാനത്തില് ആണിപ്പോൾ ഉള്ളത്. ചെറുപ്പക്കാരൊക്കെ അബു സലീംഖാനെയും, പ്രായമുള്ള ആളുകളുണ്ടല്ലോ കുറച്ച്, അവർക്ക് റോസ്മേരി മതി. പ്രായമുള്ള ആൾക്കാർ നമ്മളെ പോലുള്ള ആൾക്കാരാ, പോലത്തെ നമ്മളെ കൂട്ടത്തിലൊക്കെ എല്ലായിടത്തും ഉണ്ടാവല്ലോ. ഈ റോസ്മേരിക്ക് ജിമ്മായിട്ട് എന്ത് ബന്ധാണ്ടുള്ളു? അബു സലീംക്ക് വന്ന് അബു സലീം എന്ന് പറഞ്ഞ ജിമ്മ് മിസ്റ്റർ ഇന്ത്യ പരിപാടിയൊക്കെ പറ്റിയ ആളാണ്. അയാളാണ് ശരീരത്തിനെ പറ്റി കുറച്ച് അറിവുള്ള ആളാണ്. ഇവള് ഈ പാണ്ടി ലോറിമിൽ എന്തൊക്കെയോ വെച്ച് കെട്ടിയ മാതിരി അതും കെട്ടി നടക്കണം. ഇവളെ എന്തിനാണ് ഇപ്പൊ ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടോളൂ? അബു സലീംക്ക് വരാന്ന് വെച്ചാൽ ഈ ജിമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ വരുള്ളൂ. പിന്നെ അതല്ലാണ്ട് പിന്നെ വേറെ കടലമുട്ടായി വിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. കുറച്ച് ക്രൗഡും കൂടി വേണ്ടേ? ആരാ ക്രൗഡ്? ജനങ്ങളും കൂടി കൂടണ്ടേ? ആ ജനങ്ങൾ കൂടണേ, അത് ശരിയാണ്. ഇവള് വന്നു കഴിഞ്ഞാലേ ജനങ്ങൾ കൂടുള്ളൂ. അതായത് ഒരു സാധാരണ ജിമ്മ് തുടങ്ങുമ്പോൾ ഒരു 100 ആൾ വരേണ്ട അടുത്ത് അബു സലീം വന്നാൽ ചിലപ്പോൾ 4 ആളെ വരണ്ടാവുള്ളൂ. ഇവള് വന്നു കഴിഞ്ഞിട്ട് 100 ആൾ വരേണ്ട അടുത്ത് 1000 ആൾക്കാർ വരും. സ്വിമ്മിംഗ് പൂള് വരെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഇവരാ വരുന്നേ. ഇവളില്ലേ, ഓള് സ്വിമ്മിംഗ് പൂള് പോകണമെന്നില്ല. ഓള് സ്വിമ്മിംഗ് പൂളിന്റെ അതേമാതിരി കുപ്പായിട്ടിട്ടാണല്ലോ പുറത്തുനിന്ന് നടക്കല്. എന്താ ലോകം പോയ പോക്കാൻ്റെ എന്താണ് പോണ പോക്കല്ലേ? ഇങ്ങനെ പോയാ ഇവിടെ എത്തൂ. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവം ചന്ദ്രനിൽ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ആളുകൾ വിളിക്കുക. അല്ല, അമ്മ ഒരു ഭർത്താൻ ഈ പൊന്നാരം മോനെ പറയല്ലേ. നമ്മളെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു സംഭവമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. നമ്മളെ ഉമ്മയൊക്കെ നമുക്ക് ചോറ് തരല് ഈ ചന്ദ്രനെ അമ്പിളിമാമനെ കാണിച്ചിട്ടാണ് നമുക്ക് ചോറൊക്കെ തിന്നാൻ തരല്. ആ ചന്ദ്രനെ നടന്നിട്ടില്ല ഇതേ വരെ സ്വഭാവം മാറാത്തൊരു സാധനം ആ അമ്പിളിമാമ മാത്രമേ ഉള്ളൂ. അന്നും കറക്റ്റ് റൗണ്ടാണ്, ഇന്നും കറക്റ്റ് റൗണ്ടാണ്. ഇനിയിപ്പോൾ ഈ റോസ്മേരി പോയിട്ട് അവിടെ ഉദ്ഘാടനത്തിന് പോയിട്ടേ നല്ല ഷേപ്പിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവളവിടെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് ആ ചന്ദ്രന്റെ ഷേപ്പ് മാറ്റാൻ ഞാൻ മതി. ഇതാണ്ടാ നമ്മുടെ പോക്കർക്കാര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കർക്കാന്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെൽത്താൻ സ്പൈസസ് വീട്ടിലെത്തും, ഒരു കുടിൽ വ്യവസായ സംരംഭം. വാട്സപ്പിൽ ഓർഡർ ചെയ്യൂ 9188685700.